ഈ സൗഹൃദങ്ങൾക്ക് വളരെ വില കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സന്ദീപ് വാര്യരുമായിട്ടുള്ളൊരു സൗഹൃദം ഇപ്പോൾ എങ്ങനെയുണ്ട്? പുള്ളിയായിട്ട് പേഴ്സണലി ഞാനൊരു 2020 ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലോട്ട് വരുന്നത്. യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ടാണ് വരുന്നത്. പുള്ളി ആ സമയത്ത് തന്നെ സംസ്ഥാനത്തിലുള്ള ഒരു കാര്യകർത്താവായിരുന്നു. 2-3 വർഷത്തെ ഒരു ബന്ധമാണ്. 2024 വരെ, 2020-24 വരെയുള്ള ഒരു പീരീഡാണുള്ളത്. പുള്ളി കൂടുതലും തൃശ്ശൂരും മറ്റു ജില്ലകളും കോൺസെൻട്രേറ്റ് ചെയ്താണ് പ്രവർത്തിച്ചിരുന്നത്. വ്യക്തിപരമായിട്ട് ഒരു 10-ൽ താഴെ ആളുമായിട്ട് സംസാരിക്കാനുള്ള ഈ 4 വർഷത്തിനിടയിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. പുള്ളിയോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധം അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ സംഘടനാപരമായ രീതിയിൽ പുള്ളി ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലെ ഈ പറഞ്ഞ രീതിയിൽ ആശയപരമായിട്ട് പുള്ളി ഇപ്പോൾ പോയി നിൽക്കുന്ന സ്ഥലത്ത് എത്രത്തോളം പുള്ളിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷകളോ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. മറിച്ച് പുള്ളിയോടൊന്നുമില്ല, വ്യക്തിപരമായ രീതിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാളോടും ഇത്തരത്തിൽ വ്യക്തിപരമായ ദേഷ്യമോ വിദ്വേഷമോ വെച്ച് പുലർത്തുന്ന ഒരാളല്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ പറയാം, ഇത്തരത്തിലുള്ള ദേശീയപരമായ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന, രാജ്യ താല്പര്യങ്ങളായിട്ട് വിരുദ്ധമായി നിൽക്കുന്ന ഒരാളോടും വ്യക്തിപരമായ തെറുപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു സൗഹൃദ ബന്ധമേ വെക്കണമെന്ന് താല്പര്യപ്പെടാത്ത ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരാളോടും ഒരു കാര്യത്തിലും സന്ധി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ BJPക്ക് വലിയ നഷ്ടമാണോ സന്ദീപ് വാര്യർ മറുചേരിയിലേക്ക് പോയത്? അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് പ്രവർത്തകന്മാർ വളർന്നു വരുന്നൊരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ BJPയുടെ ഒരു വാരിയർ തന്നെയായിരുന്നു പുള്ളി. അല്ല, ഇത്തരത്തിൽ നമ്മൾ മീഡിയയിലൂടെ വിസിബിൾ ആവുന്നത് 1-2 പേരായിരിക്കാം. പക്ഷേ 10,000-കണക്കിന് ഇത്തരത്തിലുള്ള റിയൽ ഫൈറ്റേഴ്സ് ആൻഡ് വാരിയേഴ്സൊക്കെ ധാരാളം ആളുകൾ അണിയറയിൽ ഇപ്പോഴും ഉണ്ട്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവാഹം മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതിനകത്ത് പല രീതിയിലുള്ള ആളുകൾ വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ 100% കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് എനിക്ക് തന്നെ 100% ബോധ്യമുണ്ട്. മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ട് ധാരാളം തെറ്റുകളും കാര്യങ്ങളും എല്ലാം സംഭവിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള പല തെറ്റുകളിലൂടെ വരുന്ന ആളുകൾ ഈ സംഘടനയ്ക്കകത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു ശുദ്ധീകരണ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സംഘടനയ്ക്കകത്ത് നടക്കുന്ന ഈ പ്യൂരിഫിക്കേഷനിലൂടെ നമ്മുടെ ഉള്ളിലുള്ള പല മാലിന്യങ്ങളും സ്വാഭാവികമായിട്ട് നീക്കം ചെയ്യപ്പെട്ടു പോകുന്നു. ഇതിനകത്തേക്ക് പല രീതിയിലുള്ള കുറവുകളുള്ള ആളുകൾ വരുന്നു. പക്ഷേ ഈ ഒരു സംഘടനാ പ്രവാഹത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്തുണ്ടാവുന്ന മാറ്റങ്ങളിലൂടെ നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. അത്തരത്തിൽ ഗുണങ്ങൾ ലഭിക്കുന്ന 10,000-കണക്കിന് കാര്യകർത്താക്കന്മാർ നമ്മുടെ സംഘടനയിലുണ്ട്. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ നൽകിയ ആളുകൾ, ജീവിതം നൽകിയ ആളുകൾ ഇന്നും കേരളത്തിലെ പല ജില്ലകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ആവില്ല എന്ന് അവർക്ക് 100% ബോധ്യമുണ്ടായിട്ടും അവർ ഈ സംഘടനയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് അവരവരുടെ ജീവിതത്തിനകത്ത്, കാരണം പല ആളുകളും നമ്മുടെ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളും അവരുടെ ദൈനംദിന ജീവിതത്തിനകത്ത് വളരെ തുച്ഛമായ വരുമാനമാണ് അവർക്ക് ലഭിക്കുന്നത്. ആ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഈ സംഘടനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകൾ അവരുടെ വ്യക്തി ജീവിതത്തിനകത്ത് അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടി കണ്ടെത്തുന്ന സമയത്തിനേക്കാൾ എത്രയോ ശതമാനം സമയം ഈ സംഘടനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെയൊന്നും അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് മറന്ന് പോകാനായിട്ട് സാധിക്കില്ല. എത്രയോ ആളുകൾ ഇന്ന് കണ്ണില്ലാതെ, കൈയില്ലാതെ, കാലില്ലാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടമായ ആളുകൾ, പലതും ത്യജിക്കേണ്ടി വന്ന ആളുകൾ, അത്തരത്തിലുള്ള ആ ആളുകളാണ് നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് എന്നും ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു കാര്യം. ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവരും എല്ലാ ദിവസവും പ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നൽകുന്ന സമയവും നമ്മളിപ്പോൾ നൽകുന്ന എനർജിയും നമ്മുടെ കയ്യിൽ നിന്ന് നിന്നിട്ടുള്ള നഷ്ടങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറുതാണ്. കാരണം അപ്പുറത്ത് ഇതിൻ്റെ ഇരട്ടി കൊടുത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ പ്രവർത്തനത്തിൽ മുന്നോട്ടുള്ള പ്രേരണ എന്ന് പറയുന്നത്.